ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ലൈനിങ്ങോട് കൂടി ഒരു പലാസോ പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് 2 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ലൈനിങ്ങും 2 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. ക്ലോത്തിനെ ആദ്യം ലെന്ത് വൈസും പിന്നീട് വിഡ്ത്ത് വൈസും രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുക. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ക്ലോത്ത് ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് കിട്ടുക. അതേ രീതിയിൽ തന്നെ ഇടുക. ഇത് ഫോൾഡഡ് സൈഡാണ് വരുന്നത്. സൈഡിൽ 2 ലെയറായിട്ട് 2 ഫോൾഡിങ്ങിലായിട്ടാണ് വരുന്നത്. ഈ ഒരു സൈഡിൽ 4 ലെയറായിട്ടുമാണ് ക്ലോത്ത് വരുന്നത്. അങ്ങനെ ഇട്ട് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇനി ലൈനിങ് കൂടി ഇട്ട് കൊടുക്കാം. ലൈനിങ്ങും സെയിം രീതിയിൽ തന്നെയാണ് ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. രണ്ടും 2 മീറ്റർ ക്ലോത്ത് വീതമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മാർക്കിങ്ങിലേക്ക് പോകാം. 40 ഇഞ്ച് ഹിപ്പ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 40 ഇഞ്ചിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്യുക. നിങ്ങളുടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ കൂടെ 2.5 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്യുക. ഇനി നമുക്ക് ക്രോച്ച് ലെന്ത് മാർക്ക് ചെയ്യാം. ക്രോച്ച് ലെന്തും ഇതേ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. 2.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യുന്നതിന് പകരം ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ 13 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ആ പോയിൻറ്റിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് 2.5 ഇഞ്ചും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ 2 പോയിൻറ്റ്സും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു കർവ് ഷേപ്പിൽ വരച്ചെടുക്കാം. കർവ് വരച്ചെടുത്തു. ഇനി പലാസോയുടെ ലെന്ത് പറഞ്ഞില്ല. ലെന്ത് എനിക്കിവിടെ കിട്ടുന്നത് 39 ഇഞ്ചാണ്. ഞാൻ 39 ഇഞ്ച് തന്നെ ലെന്തായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ അടിയിലുള്ള വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 12 ഇഞ്ചാണ് സീം അലവൻസ് കൂടെ ചേർത്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്തതിന് ശേഷം ഈ 2 പോയിൻറ്റ്സും ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാർക്കിങ്. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിൽ കൂടെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മുകളിലത്തെ പോർഷൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്തുകൂടെ എടുക്കാം. മെയിൻ ക്ലോത്തിലും ലൈനിങ്ങും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് നീളമുള്ള 2 പീസ് ക്ലോത്ത് കൂടി എടുക്കാം. വിഡ്ത്ത് സെയിം വിഡ്ത്ത് തന്നെയാണ്. പാൻറ്റിൻ്റെ മുകളിലുള്ള സെയിം വിഡ്ത്ത് തന്നെ എടുക്കുക. അങ്ങനെ 2 പീസ് എടുക്കുക. അതേപോലെ തന്നെ പാൻറ്റിൻ്റെ അടി മടക്കി അടിക്കാനായിട്ട് 3 ഇഞ്ച് വിഡ്ത്തിലുള്ള 2 പീസ് ക്ലോത്ത് കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നല്ല ക്ലോത്തിൻ്റെ ഉൾവശത്തേക്ക് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് പാൻറ്റിൻ്റെ അടിയിൽ മടക്കിയടിക്കാനുള്ള ക്ലോത്ത് പാൻറ്റിൻ്റെ നല്ല സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം അരിയിൽ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കാം. അങ്ങനെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ക്ലോത്ത് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ അടുത്ത പീസും ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിന് ശേഷം ഇനി ക്രോച്ചിൻ്റെ പോർഷൻ 2 പീസിലും ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് 2 പീസിൻ്റെയും നല്ല സൈഡ് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. ഇതേപോലെ അടുത്ത സൈഡും ചെയ്തെടുക്കാം. അടുത്ത സൈഡും ചെയ്തെടുത്തു. ഇനി നമുക്ക് പാൻറ്റിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇവിടെയും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. ഇനി നമുക്ക് 32 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇലാസ്റ്റിക് എടുക്കാം. ഇലാസ്റ്റിക്കിനെ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. 5-6 സ്റ്റിച്ച് കൊടുത്തൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം മുകളിൽ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിരുന്ന ക്ലോത്ത് അതിന് മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ പാൻറ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.
Thank you for watching this video. See you in the next video. Thank you.